ഒരു വാസ്തുയോഗ്യമല്ലാത്ത വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് ധനപരമായിട്ടുള്ള മുന്നേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടി അവരുടെ വലിയൊരു വേണ്ടപ്പെട്ടതും അവിടെ ഉപേക്ഷിപ്പിച്ചിട്ടുണ്ടാവും. കന്നിമൂലയിൽ ടോയ്ലറ്റ് വെക്കാം ഇപ്പോഴും അപ്പോഴും. ടോയ്ലറ്റിന് പ്രശസ്തിയില്ല, അതൊരു വാഷ് ബേസിന് തുല്യമായി കഴിഞ്ഞു. വാസ്തുയോഗ്യമായ ഒരു വീടല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും അതിന്റെ വില അവർ കൊടുക്കേണ്ടിയിരിക്കും. അതിലൊരു 100%, 12 ഒരു വേഴവട്ട കാലത്തിനുള്ളിൽ. ഹായ്, നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വാസ്തുവുമായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മോടൊപ്പം വാസ്തു വിദഗ്ധൻ ആസ്ട്രൽ തങ്കച്ചൻ സാർ ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സർ. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് പേര് വാസ്തുവിൽ വിശ്വസിക്കുന്നില്ല, എന്നിട്ട് പോലും അത്ര പോലും വിശ്വസിക്കാഞ്ഞിട്ട് പോലും അവരുടെ ജീവിതം ഒരു കുഴപ്പമില്ലാണ്ട് നല്ല പോലെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ശരിയാണ്. ഇത് ഈ കമന്റ്സിലും കേൾക്കാറുണ്ട്. ചില ഗോസിപ്പുകളോ അല്ലെങ്കിൽ എന്നോട് നേരിട്ട് തന്നെ ചില ആൾക്കാർ ഒരു അതികായന്മാരെ അഭിനയിക്കുന്ന ആൾക്കാരായിട്ട് എന്നോട് വന്ന് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു 5% ശരിയാണ് ഈ കാര്യം. വാസ്തുയോഗ്യമല്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കോടികൾ ഉണ്ടാക്കുന്നു. വാസ്തുയോഗ്യമല്ലാത്ത വീടുകളിലും വരുമാനത്തിനോ മറ്റൊന്നിനോ ഒരു കുറവില്ല. ഇതൊരു ചോദ്യം തന്നെയാണ്. ഞാനും ചില ഭാഗത്ത് പരീക്ഷണ അടിസ്ഥാനത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ 95% ഈ ഒരു ഫേക്ക് ചോദ്യവുമാണ്. കാരണം ഇത് യൂട്യൂബിൽ എന്തും എഴുതി വിടാമല്ലോ. അപ്പം അവർക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് എഴുതുന്ന സമയം കൊണ്ടൊന്ന് നേരിട്ട് ചോദിക്കാനുള്ളൂ. പക്ഷെ ഒളിയമ്പുകൾ ആഗ്രഹിക്കുന്ന കൂടുതൽ മലയാളികളാണ്, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിൽ. വാസ്തുയോഗ്യമായ ഒരു വീടല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും അതിന്റെ വില അവർ കൊടുക്കേണ്ടിയിരിക്കും. അതിലൊരു 100%, 12 ഒരു വേഴവട്ട കാലത്തിനുള്ളിൽ. പിന്നെ ചില വീടുകളിൽ, ഒരു വാസ്തുയോഗ്യമല്ലാത്ത വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് ധനപരമായിട്ടുള്ള മുന്നേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടി അവരുടെ വലിയൊരു വേണ്ടപ്പെട്ടതും അവിടെ ഉപേക്ഷിപ്പിച്ചിട്ടുണ്ടാവും. വാസ്തു ഒരു എനർജിയാണ്. കറൻസി വാസ്തുവിന് ആവശ്യമില്ല, കറൻസി മോഷണമല്ല വാസ്തുവിന്റെ പണി. വാസ്തു എന്നുള്ളത് എനർജിയാണ്. എനർജിക്ക് കാശ് കൊടുക്കരുത് എന്നുള്ള നിർബന്ധം മാത്രമല്ല, അങ്ങനെ ഒരു പിടിവാശിയല്ല. നമ്മുടെ വിലപ്പെട്ടതെല്ലാം നമ്മുടെ സ്വത്താണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ, നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോൾ കാശിന് മാത്രം വില കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഒരു വീട്ടിൽ കിടക്കയായിട്ട് ഗ്രഹനാഥനുണ്ട്. ഒരു പക്ഷേ സ്വന്തമായിട്ടുള്ള പ്രാഥമിക കർമ്മം പോലും ചിലവാക്കാൻ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്തൊരു ഗ്രഹനാഥൻ ഉണ്ടാവും. പക്ഷെ ആ വീട്ടിൽ വരുമാനം ഉണ്ടാവും സ്ത്രീയിലൂടെ. സോ അവർ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, കാറിൽ പോകുന്നുണ്ടാവും, പുതിയ സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും. പക്ഷേ അതിന് ഈക്വലാണോ ഈ ഗ്രഹനാഥന്റെ ഈ കിടത്ത? ചില വീടുകളിൽ ഞാൻ പറയാറില്ലേ, കുട്ടികൾ ഓട്ടീസം, അതല്ലെങ്കിൽ അകാല മരണങ്ങൾ. അപ്പം ഇത് എത്രയോ വ്ളോഗുകളിൽ ഞാനിത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കമന്റ്സിനകത്തൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആദ്യമായിട്ട് കയറി വരുന്ന ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാരമ്പശോരത്വം കാണിക്കും. ഞാനതിന് അല്പം പോലും വില കൽപ്പിക്കാറില്ല. വാസ്തുവിശ്വാസികൾക്ക് വേണ്ടിയുള്ള വ്ളോഗാണത്. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ബേബി വാക്കെല്ലാം ഈ ചാനൽ പിന്നിട്ട് കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം ഈ പറയുന്ന വ്യക്തികളോട് എനിക്കൊരു റിക്വസ്റ്റാണ്, നിങ്ങളൊരു ഒരു ഒരു സീരിയസ് ആയിട്ടാണ് നിങ്ങൾ അതിനകത്ത് കുത്തിയിരുന്ന് കമന്റ്സിൽ എഴുതി കഴിഞ്ഞാൽ അത്രയും സമയത്തിന് മുമ്പ് 2-3 വ്ളോഗ് പിന്നിലോട്ട് പോയി കാണൂ. എന്നിട്ട് ആ ഫ്ലോയിൽ വന്ന് കാണുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വാസ്തുയോഗ്യമല്ലാത്തൊരു വീട്ടിൽ നിന്നും സമ്പാദിക്കുന്നില്ലെന്ന ചോദ്യം തെറ്റാണ്. സമ്പാദിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അങ്ങനെ സമ്പാദിക്കുകയാണെങ്കിൽ അതിന് തക്കതായ വില ആ കുടുംബത്തിൽ, ആ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു വലിയൊരു നഷ്ടം വാസ്തുയോഗ്യമായ വീട്ടിൽ താമസിക്കുന്നവർക്കല്ലാതെ വാസ്തു അയോഗ്യമായ വീട്ടിൽ താമസിക്കുന്നവർക്ക് വലിയൊരു നഷ്ടം പിന്നീട് എപ്പോഴെങ്കിലും കാത്തിരിക്കും. ഇതിനകത്ത് ഒരു മാറ്റക്കരുത്തില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു സമ്പന്നതയുടെ നിറവിൽ ഞാനത് സംസാരിക്കുന്നു. പക്ഷെ ഈ കാലം കടന്നു പോകും. ഒരു പക്ഷെ നാളൊരു ക്രൈസിസ് എനിക്ക് വരികയാണെങ്കിലേ അത് ഞാൻ മാത്രം അറിയുള്ളൂ, എൻ്റെ കൂടെ ഇരിക്കുന്നവർ അറിയണമെന്നില്ല. അപ്പം ഇതുപോലെ ഏറ്റത്താഴ്വ് ജീവിതത്തിൽ ഒരുപാടുണ്ട്. പക്ഷെ വാസ്തു രീതികളിൽ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ദുരനുഭവങ്ങളെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരു 2-3 മുറി ഉണ്ടായിരിക്കാം, ഒരു കിച്ചൺ ഉണ്ടായിരിക്കാം, ഒരു ലിവിങ് ഉണ്ടായിരിക്കാം, ഒരു ബേസ് കോൺസെപ്റ്റാണ്. പക്ഷേ അത് ഇങ്ങനെ തന്നെ മൂലമൊക്കെ മുള്ളിച്ച് ഉടച്ച് ചുരുക്കി വലുതാക്കി ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്ക് മറ്റെന്തോ വിധി കാത്തിരിക്കുന്നു. അതിനു മുമ്പ് അവരുടെ ബുദ്ധിയിൽ ആ വിധി കടന്നു കയറി അവരെയും ആ എഞ്ചിനീയറിനെയും ഒരു ലോഹ്യത്തിലാക്കി വീടിനെ വക്ര ആകൃതിയിൽ കെട്ടി വാസ്തുദോഷം വിധിപൂർവ്വം ഏറ്റുവാങ്ങുന്നു. ഇതെനിക്ക് യഥേഷ്ടം പറയാൻ പറ്റും. കാരണം അത്രത്തോളം വീടുകൾ ഞാൻ കണ്ടുവരുന്നൊരു വ്യക്തിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ വാസ്തുയോഗ്യമല്ലാത്തൊരു വീട്ടിൽ തീർച്ചയായിട്ടും
അവർക്ക് സുഖജീവിതം കിട്ടില്ല. അതിന് സമാന്തരമായ മറ്റെന്തെങ്കിലും അവിടെ അവർ കൊടുത്തിട്ടായിരിക്കണം ആ സുഖജീവിതം അവർ അനുഭവിക്കുക. സാർ, അപ്പം ഈ പഴയ കാലങ്ങളിലൊക്കെ ഈ ബാത്റൂമുകളൊക്കെ പുറത്തായിരുന്നു നോർമലി നിർമ്മിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പോഴൊക്കെയാണ് അത് അറ്റാച്ച്ഡ് ബാത്റൂമിലോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇത് വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്നുണ്ടോ? ഇതും ഒരുപാട് ആൾക്കാർ, അതായത് അറ്റാച്ച് ബാത്റൂം വരുന്നു എന്നുള്ള കോൺസെപ്റ്റ് ഈ സമീപകാലത്താണ്. എന്റെ അറിവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു അറ്റാച്ച് ബാത്റൂം അല്ല, അവിടെ ഒരു ക്ലോസറ്റ് സംവിധാനം ഉണ്ടായിരുന്നു. അതല്ലാതെ വിദേശ പാശ്ചാത്യ നാടുകളിൽ അങ്ങനെ ഒരു കൾച്ചർ അതിനുശേഷം 1950 ശേഷമാണ് കൂടുതലും ഈ ഫ്ലാറ്റ് സിസ്റ്റം പോലെ അല്ലെങ്കിൽ വീടുകളുടെ മറ്റൊരു വിപ്ലവകരമായ മാറ്റം നമുക്ക് എത്തി തുടങ്ങുന്നത്. മെല്ലെ മെല്ലെ അതിപ്പോൾ 2026 മറവിൽ വളരെ ലക്ഷ്യം, ഇനി അത് അങ്ങോട്ട് കയറി പോകുന്നുള്ളൂ പുതിയ അഡ്വാൻറ്റേജ്. അപ്പോൾ വാസ്തു സബ്ജക്റ്റിൽ എവിടെയും സെപ്റ്റി ടാങ്കുകളെ കുറിച്ച് പറയുന്നില്ല. വിസർജന കേന്ദ്രമുണ്ട്. അത് മനുഷ്യൻ പാലായനം ചെയ്യുന്ന കാലത്ത് കയ്യിൽ വലിയൊരു കുന്തമന കൊണ്ട് ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കി. അത് അന്നത്തെ ടെക്നോളജി അതാണ്, അന്നത്തെ സംസ്കാരമായിരുന്നു. അതിനു മുമ്പ് പ്ലെയിൻ റോഡിൽ പോകുന്നൊരു സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുന്തമുനയിൽ കുഴിച്ച കുഴിയിൽ തൻ്റെ വിസർജനം ചെയ്ത് അതിനെ മണ്ണുകൊണ്ട് മൂടി നടക്കുന്ന ഒരു സംസ്കാരം ഉയർന്ന കാലത്തിലോട്ടാണ് പരിണമിക്കപ്പെട്ട് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വാസ്തുവിൽ വലിക്കുന്നത് ടോയ്ലറ്റുമായിട്ട്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പൊതുവേ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂലയിൽ കുഴി പാടില്ല എന്നുള്ളത് വാസ്തുവിന്റെ വലിയൊരു കോൺസെപ്റ്റാണ്. ആ കുഴി എന്തായിരിക്കാം? കിണറായിരിക്കാം, സെപ്റ്റിക് ടാങ്ക് ആയിരിക്കാം, താഴ്വാരമായിരിക്കാം, ഡൗൺ വാട്ടറിലെ താഴത്തെ സമ്പ് പോലെ, ഇതൊക്കെ എന്തെങ്കിലും കുഴിയാണ് എൻ്റെ മെയിൻ. കന്നിമൂലയിൽ കുഴി, അങ്ങനെ ഒരു കുഴി വരരുത് എന്നുള്ളത് ഒരു പൊതു കോൺസെപ്റ്റാണ്. ശരിയാണ്, ഇന്നും അന്നും വാസ്തുവിന്റെ വളരെ ബലിഷ്ഠമായ ഒരു കോൺസെപ്റ്റാണ്. കന്നിമൂല ഭാഗങ്ങളിൽ മാത്രമല്ല, ഞാൻ ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് വായുവ്യത്തിൽ നിന്ന് ആഗ്നേയം വരെയുള്ള, അതായത് 135 ഡിഗ്രിയിൽ നിന്ന് 315 ഡിഗ്രി വരെ കമ്പൾസറി കുഴികൾ പാടില്ല. അത് കഴിഞ്ഞ് ആ വീടിന്റെ ഡിഗ്രി മാറ്റം സംഭവിച്ച് എന്ന് നോക്കി പരിശോധിച്ചിട്ട് മാത്രമേ കുഴികൾ പാടുള്ളൂ. അപ്പോഴാണ് കന്നിമൂലയിൽ ഒട്ടും പാടില്ല. പക്ഷേ കന്നിമൂലയിലായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ടോയ്ലറ്റുകൾ കൂടുതൽ വരുന്നത്. കാരണം മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച് ബെഡ്റൂം വരുന്ന സമയത്ത് കന്നിമൂലയിൽ ഒരു ടോയ്ലറ്റ് വരേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ ഒരു സ്വബോധമുള്ളവരാരും ആ മൂല പരിസരത്ത് ഒരു ടോയ്ലറ്റ് കൊണ്ട് വയ്ക്കാറില്ല. ആ കന്നിമൂല ബെഡ്റൂമിന്റെ കിഴക്കിലോ വടക്കിലോ ബെഡ്റൂം ഒരു ടോയ്ലറ്റ് അറ്റാച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഇതിവിടെ നിൽക്കട്ടെ. അതിന് ശേഷം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഒരു ക്ലോസറ്റിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കുക, ഒരു വാഷ് ബേസിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കുക. ക്ലോസറ്റും വാഷ് ബേസും രണ്ടും ഒന്നാണ്. ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോസറ്റിലുള്ള മാലിന്യം നിമിഷ നേരം കൊണ്ട് ഒഴുകി സെപ്റ്റിക് ടാങ്കിലോട്ട് എത്തുന്നു. വാഷ് ബേസിൽ നമ്മൾ ഛർദ്ദിച്ചാലും കൈ കഴുകിയാലും അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ് വെള്ളം അതിനകത്ത് ഒഴിച്ച് ടോപ്പ് തുറന്നാലും അതും നിമിഷ നേരം കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നു. സോ ഇതിന് രണ്ടിനും എന്താ വ്യത്യാസം? രണ്ടും വിസർജനമാണ്, രണ്ടും അശുദ്ധമാണ്, രണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. സെക്കൻഡ് ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 3-4 സെക്കൻഡിനുള്ളിൽ രണ്ടും അതിന്റെ മറ്റൊരു ഭാഗത്തോട്ട് മാറുന്നു. പിന്നെ അതൊരു വസ്തു മാത്രമാണത്. നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂമിനുള്ളിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ലോക്കർ പോലെയോ നിങ്ങളുടെ ഡ്രയർ പോലെയോ പിന്നെ ഒരു വസ്തു മാത്രമാണ് ആ ക്ലോസറ്റ്. ഇന്ന് ഒരു വീടിന്റെ ഏറ്റവും വൃത്തിയുള്ള ഭാഗമായി മാറിക്കഴിഞ്ഞു ടോയ്ലറ്റ്. കാരണം അത് നമ്മുടെ സംസ്കാരത്തിന്റെയും കൂടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ടോയ്ലറ്റ് വൃത്തിയാക്കി വെക്കുക. പിന്നെ വേറൊരു കാര്യം, ജ്യോതിഷത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഇപ്പൊ ഉദാഹരണം നിങ്ങൾ ധനുഷ് രാശി എന്ന് വെച്ചോ. അപ്പൊ ധനുഷിന്റെ 4ാം സ്ഥാനം എന്നുള്ളത് മീന വീടാണ്. അതിന്റെ ലാഭസ്ഥാനം എന്ന് പറയുന്നത് തുലാമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ കാൽക്കുലേഷനിൽ നമ്മൾ നോക്കുമ്പോൾ വീടിന്റെ 8ാം സ്ഥാനം എന്നുള്ളത് ടോയ്ലറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഉദാഹരണം ധനുഷ് രാശി നോക്കിയാൽ ധനുഷ് രാശിയുടെ 4ാം സ്ഥാനം വീടെന്നുള്ളത് എവിടെയാ? മീനോ. മീനത്തിന്റെ 8 ഏതാ? അത് തുലാമാണ്. പക്ഷെ അത് നമ്മുടെ ലാഭസ്ഥാനമാണ്, രാശിക്കാരന്റെ ലാഭസ്ഥാനമാണ്. അപ്പം 1, 4, 8 എന്നുള്ള പരിശോധനകൾ എടുക്കുമ്പോൾ തന്നെ ഒരു ടോയ്ലറ്റ് ഒരു വീട്ടിൽ എത്രമാത്രം വൃത്തിയായിരിക്കണം എന്നുള്ള കർശന നിയമം പണ്ടേ ഉണ്ട്. ഒരു വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വിസർജന ഭാഗങ്ങൾ പോകുന്ന ഭാഗവും വാസ്തുവുമായി അത്രത്തോളം ബന്ധമുണ്ട്.
അപ്പോൾ ഈ ടോയ്ലറ്റും വാഷ് ബേസുള്ള വ്യത്യാസം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു വസ്തുവായിട്ട് മാത്രമേ ഇന്ന് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ദോഷമില്ല. കാരണം അവിടെ വേറൊന്നും അതിന്റെ അവശിഷ്ടങ്ങൾ നിൽക്കുന്നില്ല. 8 ലിറ്റർ വെള്ളം ഹൈ ഫോഴ്സ് ആൻഡ് ഫാസ്റ്റിൽ നിമിഷ നേരം കൊണ്ട് അവിടെ നിന്ന് സെക്കൻഡ് വേഗത്തിൽ അവിടെ നിന്ന് പാസ്സാവുന്നു. പിന്നെ അതിനുശേഷം ഒരു വസ്തു മാത്രമാണ്. സോ കോൺസെപ്റ്റ് ഇല്ലാത്ത കുറച്ച് വിദഗ്ധന്മാർ ഇതിന് കന്നിമൂലയിൽ കക്കൂസ് പാടില്ല, കന്നിമൂലയിൽ കക്കൂസ് പാടില്ല എന്നും പറഞ്ഞ് നടക്കുകയാണ്. കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കന്നിയിൽ തന്നെ വെക്കാമല്ലോ. പക്ഷേ അതിന്റെ പിന്നിൽ കുഴി പാടില്ലെന്നാണ് അതിന്റെ യഥാർത്ഥത. അപ്പൊ അത് നമ്മൾ പരിണമിക്കപ്പെട്ട് കഴിഞ്ഞു. PVCയുടെ വിപ്ലവകരമായ മാറ്റം നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നമ്മൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അവിടെ നിന്ന് മാൻ ഹോൾ വിത്ത് പൈപ്പിലൂടെ ഇത് മറ്റൊരു ഭാഗത്തോട്ട് മാറുന്നു. ആ മറ്റൊരു ഭാഗമാണ് ചോദ്യചിഹ്നമാകേണ്ടത്. കന്നിമൂലയിൽ വിസർജിക്കുന്ന ഈ വിസർജനം ചെന്നെത്തുന്ന കുഴി എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. സെപ്റ്റിക് ടാങ്കിന്റെ കുഴികൾ എവിടെ വരാമെന്ന് കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോഴും വിദഗ്ധന്മാർ ഇടയ്ക്ക് വന്ന് കയറിയിട്ട് ചോദിക്കുന്നു, ഒരു ബോർഡ് വെച്ചൊക്കെ പറഞ്ഞൂടെ, അല്ലെങ്കിൽ ഇതൊക്കെ എഴുതി കാണിച്ചൂടെ? അതൊക്കെ ഞാൻ പറയാം, അതിനെക്കുറിച്ച് വിശദമായി പറയാം. അപ്പോ ഒന്നുകൂടെ പറയാം. കന്നിമൂലയിൽ വെച്ചുകൂടാ, ഈശാന്യത്തിൽ വെച്ചുകൂടാ, ആഗ്നേയത്തിൽ വെച്ചുകൂടാ, വായുവ്യത്തിൽ വെച്ചുകൂടാ. പിന്നെ ഞങ്ങൾ എവിടെ വെക്കും? ഇപ്പൊ നിങ്ങൾക്ക് 4 മാത്രം അറിയാവുള്ളൂ. ഇനിയും 4 കിടക്കയല്ലേ. കിഴക്ക് മദ്യം വയ്ക്കൂ, വടക്ക് മദ്യം വയ്ക്കൂ. പക്ഷെ അതൊരു 10-50,000 1 ലക്ഷം രൂപയ്ക്ക് ചിലവാക്കി നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ഒരു ടെക്നീഷ്യനെ വിളിച്ച് അതിന്റെ ഡിഗ്രി സ്ഥിരീകരിച്ചുകൊണ്ട് വയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ് എന്നാ ഞാൻ പറയുന്നത്. അപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് വെക്കാം ഇപ്പോഴും അപ്പോഴും. ടോയ്ലറ്റിന് പ്രശസ്തിയില്ല, അതൊരു വാഷ് ബേസിന് തുല്യമായി കഴിഞ്ഞു. ഇന്ന് ഓരോ ടോയ്ലറ്റും ഒരു വാഷ് ബേസിന് തുല്യമായി കഴിഞ്ഞു. വാഷ് ബേസിൽ കാർക്കിച്ച് തുപ്പുന്നതും ഇവിടെ വിസർജിക്കുന്നതും സെക്കൻഡ് വേഗത്തിൽ അവിടെ നിന്ന് പോയി പിന്നെ അതിനുശേഷം ഏറ്റവും വൃത്തിയുള്ള ഭാഗമായി മാറിക്കഴിഞ്ഞു. സോ ടോയ്ലറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാം. മനസ്സിലായില്ലേ? പിന്നെ ടോയ്ലറ്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കണം. നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം, ഞാൻ സംസാരിക്കാം. കാരണം വ്ളോഗിലൂടെ ഒരാൾക്ക് വേണ്ടി ഒരു ചോദ്യത്തിന് വേണ്ടി ഇത്രയും സമയം നമുക്ക് കളയണ്ട. സംശയമില്ല, ഫോൺ ഞാൻ എടുക്കുന്നുണ്ട്, വിളിക്കാം. സാറിനെ വിളിച്ചിട്ട് ഒരുപാട് പേര് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയും പറയാറുണ്ട്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാൾ, അത്യാവശ്യം എന്റെ ഒരു തിരക്കുകളും ഈ കോൾസിന് ഞാൻ പറയാറില്ല. കാരണം നല്ല തിരക്കുണ്ടല്ലോ, എന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല തിരക്കുണ്ട്. പക്ഷെ പരമാവധി സമയങ്ങൾ എല്ലാവരുടെയും കോൾ ഇടും. ഒരാളുടെ വീട്ടിൽ പോയിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇവരോട് സംസാരിക്കാൻ പറ്റുക? അപ്പോൾ ഓഫീസ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓഫീസ് നമ്പറിലോട്ട് വിളിക്കും, ഇവർ എന്നെ ഒരു വട്ടം വിളിക്കും, ഞാൻ എടുത്തില്ല. ഒരു വിദ്വാൻ അങ്ങോട്ട് എന്നെ ചോദിച്ചിരിക്കുക, എനിക്കത് ഓർമ്മയുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. സ്വാഭാവികം ഞാൻ മറന്നുപോകും. മനസ്സിലായില്ലേ? അയക്ക് വിളിക്കാലോ, ആവശ്യക്കാരനാണ് വിളിക്കേണ്ടത്. ഞാൻ അധ്വാനിച്ച് ഒരുപാട് ദിവസങ്ങൾ ചിലവഴിച്ച് ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് നഷ്ടങ്ങൾ പേറി പഠിച്ചൊരു വിദ്യയാണത്. അത് വില കൊടുത്ത് മേടിക്കണമെന്നാണ് എൻ്റെ തീരുമാനം. അതൊരു മാനദണ്ഡവും കൂടിയാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ നല്ലൊരു ജീവിതം തന്നെ അർപ്പിച്ച് ഗുരു സാന്നിധ്യത്തിൽ കർശന ശിക്ഷണ ബോധത്തോടെ പഠിച്ച ഒരു ശാസ്ത്രമാണ്. അതിൻ്റെ ഒരു മനക്കരുത്താണ് എനിക്ക്. ഗുരു സാന്നിധ്യമുണ്ട്. അതങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ്ട. എങ്കിലും ഞാൻ ഫോൺ സംസാരിക്കുന്നതിനോ പ്ലാൻ ചെക്ക് ചെയ്യുന്നതിനോ എന്നേ വരെ 1 രൂപ മേടിച്ചിട്ടില്ല. കാരണം അതൊരു സേവനം പോലെ ഞാൻ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഒരു വട്ടം ഫോൺ ചെയ്യും, എന്റെ തിരക്കറിയാലോ, എങ്കിലും ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കുന്ന ഒരാളാണ്. എന്നെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നു, പിന്നെ കമന്റ്സിലൊക്കെ ഇടുന്നു. അതൊക്കെ എനിക്ക് വലിയൊരു വിഷമം തോന്നും. കാരണം ഇത് എന്തിനാ? പിന്നെ എനിക്ക് വേറൊരു വിഷമം എന്തെന്നറിയോ, ഇത്രയും കോൾസ് ഞാൻ എടുക്കുന്നില്ലേ, അവരാരെങ്കിലും അതിനകത്ത് അങ്ങനെ അല്ലല്ലോ, ഞങ്ങൾ എത്ര വട്ടം വിളിച്ചാലും ഈ കക്ഷി ഫോൺ എടുക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്, ഞങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ 1 രൂപ പോലും ചെലവില്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് എന്ന് അനുഭവിച്ച ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് അവരും പറയുന്നില്ല. അപ്പോ ഇവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്രമിക്കുക എന്നുള്ള ഒരു രീതിയാണ്. പക്ഷെ അതൊക്കെ അവരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാന്ന് പറയുന്നില്ലേ, അതിനൊരു വിലയുണ്ട്. അത് ഞാൻ കൽപ്പിച്ച വിലയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വില കൊടുത്ത് മേടിക്കാം എന്നൊരു തത്വം എനിക്കുണ്ട്. പിന്നെ ഇതിനകത്ത് അവരുടെ കർമ്മ, അവരുടെ മാനദണ്ഡം, അത് അവർ ആ വില കൊടുത്ത് മേടിച്ച് തന്നെയാണ് തീർക്കേണ്ടതും. അപ്പൊ ഈ ഫോൺ ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഞാൻ സഹകരിക്കുന്നുണ്ട്. പക്ഷെ 1-2 ആൾക്കാരുടെ ഫോൺ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓഫീസ് നമ്പറിലോ, നിങ്ങൾക്ക് ഓഫീസിൽ വിളിക്കാമല്ലോ. പിന്നെ എന്നെ പല സുഹൃത്തുക്കളും ഇങ്ങനെ ഫോൺ ചെയ്യുന്നതിന് തന്നെ കാശ് മേടിക്കുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഞാൻ ഇന്നുവരെ അത് ചെയ്തിട്ടില്ല. ഇതേപോലത്തെ ചില വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ നമ്മളൊരു ഫോണിന് ഒരു കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ്ങിന് നമുക്ക് ചാർജ് മേടിക്കണമെന്ന് തോന്നും. എങ്കിലും ഇത്രയും കാലമായിട്ട് ചെയ്തു വന്നതല്ലേ, വേണ്ട എന്ന് പറഞ്ഞ് വിടുന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. കൂടുതൽ മനോഹരമായ വീഡിയോസായി നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.